ഓക്കെ, നമ്മുടെ ജമ്പനും തുമ്പനും വീടിനുള്ളിൽ കയറി സെറ്റ് ആയിട്ടിരിക്കുകയാണ്. അപ്പൊ ഇനി നമ്മൾ ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ പോവാ. ഇവർക്കുള്ള കൗണ്ട് ഡൗൺ പ്ലീസ്. 3, 2, 1. ടീമിന്റെ കോമഡി കൊള്ളാം. ഇല്ല, ഇത് കഴിച്ചു കഴിഞ്ഞിട്ടേ പോളൂ. ഷിയാസേ ടീമെ വെളിയിലിറങ്ങി വന്നായിടാ. കഴിക്ക അഭിപ്രായം പിന്നെ പറയാം. ടീമേ നാളത്തേക്കല്ല ഇന്നത്തേക്കാ. വേഗം അവിടെ തന്നെ തിരി. അങ്ങനെ തിരിയാനത്തിലായിരിക്കും. കൈ കൊണ്ട് തുടരുന്നുണ്ട്. വെളിയിലിറങ്ങിപ്പോ കഷ്ടപ്പെട്ട് കൈ കൊണ്ട് തൊടാൻ പറ്റില്ല. അനുവേ ഈറ കൊണ്ട് കളിക്കണ ഇറങ്ങിയിട്ട് പുറത്തോടെ കയറിയാ. അങ്ങനെ തന്നെ ഇന്നോ അങ്ങനെ തന്നെ കുടിച്ചോ. കൈ കൊണ്ട് തുടരരുത്, കൈ കൊണ്ട് തുടരരുത്. വലത്തോട്ട് മോളെ അങ്ങനെ കാണിക്കാതെ വാ തുറന്നുകൂടെ. അവളുടെ കൈയുണ്ടാകുന്നത് കൈയുണ്ട് തട്ടുന്നത്. അനു എന്റെ അവിടെ കയറുന്നില്ലേ? കൈയുണ്ട് തട്ടുന്നത്. കടിച്ചു വെച്ച് തിന്നെ. എന്നിട്ട് ഇങ്ങനെ അതെ കടിച്ചു വെച്ചാൽ തിന്നെ. നമ്മുടെ ടീമേറ്റിന് ഇത് എന്ത് പറ്റി? ശരിക്കും കാണാൻ പറ്റില്ല. വൈറ്റ് ലൈനില്ലേ, ഇങ്ങനെ കാണാൻ പറ്റും. അടിയിലേക്ക് നോക്കിയാ അപ്പൊ അതിലിങ്ങനെ ആ ഒരു കാൽക്കുലേഷനിലാണ് ഷിയാസ് പോയിരുന്നത്. അതാണ് ഞങ്ങളുടെ മിടുക്കൻ. അതാണ് മിടുക്കൻ. അത് ഞങ്ങളുടെ കൊച്ചിന് ആ തല വന്നില്ല. ശരി, അപ്പൊ കുഴപ്പമില്ല. ടീമേറ്റ് എത്ര സിപ്പ് പോയിച്ചു? 1. ഓക്കെ, അനു എത്ര സിപ്പ് പോയിച്ചു? 3. അത് നമ്മുടെ പാനലും കൂടെ തീരുമാനിച്ചിട്ട് ഫൈനൽ പറയും. ഏതായാലും വെൽ ഡൺ ഷിയാസ്, നന്നായിട്ട് കളിച്ചു. അതല്ല ഇത് വീട്ടിലേക്ക് ഇട്ടുകൊണ്ട് പോയി കഴിഞ്ഞാൽ ചേച്ചിയുടെ ഉച്ചോർക്കും ടെഡി ബിയറാന്ന് ഓർക്കും. ടെഡി ബിയർ അല്ല, ടെഡി എന്ത് പറഞ്ഞു? ടെഡി ബിയർ അതേത് ബ്രാൻഡ്? ടെഡി എന്ന് പറഞ്ഞു. ടെഡി ബിയർ രണ്ട് മണ്ടന്മാരൊന്നിച്ചപ്പോൾ. ശരി, അപ്പൊ ഈ റൗണ്ടില് നമ്മുടെ ഷിയാസിന്റെ ടീം, നമ്മുടെ നെൽസൺ ചേട്ടന്റെ ടീമാണ് സ്കോർ ചെയ്തിട്ടുള്ളത്. അനുവും നന്നായിട്ട് കളിച്ചു. ടോട്ടൽ 3 സിപ്പാണ് ഇവര് കഴിച്ചിട്ടുള്ളത്. സോ 3 പോയിന്റ്സ് നമ്മുടെ നെൽസൺ ചേട്ടന്റെ ഷിയാസിന്റെ ടീമിലേക്കും 1 പോയിന്റ് നമ്മുടെ ബിനു ചേട്ടന്റെ ടീമിലേക്കും. സോ ഇനി നമ്മൾ സെക്കൻഡ് റൗണ്ടിലേക്ക് പോവാൻ പോവാണ്. ഏറ്റവും കൂടുതൽ കഴിക്കുന്ന ടീം ആരായിരിക്കും? സിപ്പപ്പ് ഇവിടുന്ന് ജസീല വരികയാണ്. ആൻഡ് ഇവിടുന്ന് വെരി ഗുഡ്, നമ്മുടെ ബോക്സിംഗ് ചാമ്പ്യൻ ബോക്സർ വരാൻ പോവാണ് കേട്ടോ ചേട്ടാ. അഭിരാമി വരാൻ പോവാ. യെസ്, ഒരു ബോക്സർ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? അല്ല, ബോക്സറിന് പറഞ്ഞാൽ നല്ല സ്റ്റാമിന കാണും. പക്ഷേ സ്റ്റാമിന ഉണ്ടായിട്ട് കാര്യമില്ല. കളി ആരാണ് കൂടുതൽ കേമൻ അവര് തന്നെ ജയിക്കും. ബുദ്ധിയും കൂടെ വേണം. ഓക്കെ, അപ്പൊ കുറച്ച് എങ്ങനെ നല്ല ബ്രില്യന്റ് ആയിട്ടുള്ള രീതിയിൽ എക്സിക്യൂട്ട് ചെയ്യാന്ന് വിചാരിക്കണം. ബിൻഷേട്ടൻ എന്തൊക്കെയോ കുറെ രഹസ്യങ്ങളും തന്ത്രങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് വിടറേ. നോക്കാം. ഓക്കെ, അപ്പൊ ഇവിടുന്ന് അഭിരാമി ആൻഡ് ഇവിടുന്ന് ജസീല. അപ്പൊ നമ്മൾ ഇനി ഈ ജമ്പനും തുമ്മന്റെ സെക്കൻഡ് റൗണ്ടിലേക്ക് പോവാൻ പോവാണ്. അപ്പൊ ജമ്പിയും തുമ്പിയാണ് കേട്ടോ വന്നിട്ടുള്ളത്. കാരണം ഈ സൈഡില് നമ്മുടെ ജസീലയും ഈ സൈഡില് നമ്മുടെ ബോക്സിംഗ് ചാമ്പ്യൻ ആയിട്ടുള്ള നമ്മുടെ അഭിരാമിയ. രണ്ടുപേരും കട്ടയായിരിക്കും. ജസീല എന്ന് പറയുന്നത് ഓൾറെഡി നമുക്ക് അറിയാം, ഭയങ്കര പ്ലെയർ ആണ്. അപ്പൊ ഇനി അഭിരാമി ഒരു ന്യൂ കമർ ആയതുകൊണ്ട്, പക്ഷേ ബോക്സിംഗ് ചാമ്പ്യൻ ആയതുകൊണ്ട് ഏകദേശം ഊഹിക്കാം. കൗണ്ട് ഡൗൺ കൊടുക്കട്ടെ? ഓക്കെ, അപ്പൊ രണ്ടുപേരും സെറ്റാ. സോ വി ആർ സ്റ്റാർട്ടിംഗ് കൗണ്ട് ഡൗൺ പ്ലീസ്. 3, 2, 1.
കൈ പിടിക്കാനൊക്കെ തോന്നും പക്ഷെ കൈ അഭി ഒട്ടും ലെഫ്റ്റിലേക്ക് പോണ്ട ലെഫ്റ്റിലേക്ക് പോണ്ട നീ അതിന്റെ കൈ നീട്ട് കേട്ടോ ജസീല വാ അഭി യു ക്യാൻ നല്ലോണം പോട്ടെ കളയരുത് ഐശ്വര്യ ഫ്ലോറിൽ കളയരുത് ഓക്കേ ജസീല പറഞ്ഞോ എടുത്തോ വെരി ഗുഡ് അബ്രാമി ജസീല അഭിരാമി സൂപ്പർ ഫാസ്റ്റ് ആ റോളിൽ ഫോളോ ചെയ്ത് കൊണ്ടിരിക്കുന്നത് വാങ്ങിക്കോ കൊടുത്തോ കൈ വെച്ച് തള്ളാൻ പാടില്ല അഭിരാമി അഭിരാമി പോട്ടെ കം ഓൺ മുഖം തുറച്ചോ വേഗം കുറച്ച് സമയം കൂടി ഉള്ളൂ വേഗം റൈറ്റ് പോ അഭിരാമി എടുത്തോ മോളെ ഇപ്പുറത്തേക്ക് വാ ഇനി കുറച്ച് ലെഫ്റ്റിലേക്ക് കേട്ടോ അഭിരാമി ലെഫ്റ്റിലേക്ക് വാ കം ഓൺ ജസീല വാ യു ആർ ഓൺ ട്രാക്ക് നീന്തിക്കോ കം ഓൺ ഓക്കേ അഭിരാമി തകർത്തു സൂപ്പർ ഓക്കേ മോളെ കളഞ്ഞോ മോഹൻ ഈ റൗണ്ട് നമ്മൾ ടൈ ആയിരിക്കാണ് കാരണം 3-3 ആയിട്ടാണല്ലോ വന്ന് നിൽക്കണേ അപ്പൊ നമ്മൾ ഇനി വീണ്ടും ഒരു റൗണ്ടിലേക്കും കൂടെ പോവാണ് അഭിരാമി നന്നായിട്ട് എനിക്ക് കളിച്ചു എന്ന് തോന്നി അല്ല ഗേൾസ് ആയിരുന്നു ഗംഭീരമായിട്ട് കളിച്ചത് ഒന്നാമത് അവർക്ക് കറക്റ്റ് ആയിട്ട് കൊള്ളുന്ന വീടാണ് മറ്റേന്ന് പറഞ്ഞാൽ കുറച്ച് വലിയ ആൾക്കാരല്ലേ പക്ഷെ രണ്ടുപേരും ഗംഭീരമായിട്ട് കളിച്ചു ചെറിയ രീതിയിലാണ് ഒരാൾ കുറച്ച് മുന്നിൽ അതെ യെസ് അപ്പൊ നോ പ്രോബ്ലം നമ്മളിപ്പോ ഒരു റൗണ്ടിലേക്കും കൂടെ പോവാണ് കേട്ടോ ഫൈനൽ റൗണ്ടിലേക്ക് രണ്ടും പെൺകുട്ടികൾ തന്നെയാണ് വീണ്ടും ഓൾ ദി ബെസ്റ്റ് യെസ് അപ്പൊ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഓൾ ദി ബെസ്റ്റ് തന്നിട്ടുണ്ട് ഇത് നമ്മുടെ ഇത് ആരായിരുന്നു വിജിതയായിരുന്നു നെൽസൺ ചേട്ടൻ പറയാ എനിക്ക് ഇനി സിപ്പപ്പ് വേണം എനിക്ക് ഇനി തോനെ വേണമെന്ന് ഇപ്പൊ തരാട്ടോ പപ്പോട്ടിന് വേണം സിപ്പപ്പ് നെൽസൺ ചേട്ടന് സിപ്പപ്പ് കൂട്ടിക്കണോ എടാ ശാശാങ്ക നാണോടാ കൊച്ച് 10ാം ക്ലാസ്സിൽ പഠിക്കും അത് നമ്മൾ ചെയ്തൊരു ഐറ്റം ഹിറ്റ് ആകുമ്പോ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ചിലപ്പോൾ ചെയ്യണം ശ്വേത ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു നമ്മള് ചെറിയൊരു രതിനിർവേദം സീക്വൻസ് പപ്പക്കുട്ടൻ ഇതായിരുന്നു രതി ചേച്ചി ഇവിടെ വന്ന് അരകല്ലിൽ ഇങ്ങനെ ആട്ടുന്ന ഒരു സീക്വൻസ് ഇവിടെ നമ്മൾ റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ല നമ്മള് എനിക്കത് മിസ് ചെയ്ത് യൂട്യൂബിൽ കാണുമോ പിന്നെ രണ്ട് ടീമും സെറ്റ് ആയിട്ട് നിൽക്കുകയാണ് ഇപ്പോഴത്തെ പോയിന്റ് എന്നല്ല നെൽസൺ ടീം 6 പോയിന്റ്സ് ഇവർക്ക് 4 പോയിന്റ്സ് ഫൈനൽ റൗണ്ടിലേക്ക് നമ്മൾ പോകുമ്പോൾ ജമ്പിയും തുമ്പിയും വീണ്ടും കൗണ്ട് ഡൗൺ പ്ലീസ് 3, 2, 1. രണ്ടെണ്ണമൊക്കെ കൊണ്ടുപോകുന്നു രണ്ട് തിപ്പപ്പെട്ടു അത് മുകേഷ് ഏട്ടന്റെ ആരാധികയാന്ന് തോന്നുന്നു അങ്ങോട്ട് നോക്കി പോവാ എവിടെയാണ് സംഭവം വണ്ടി കയറി ചാവണേ പട്ടി ഐശ്വര്യ ഇനി ഈ ഡ്രസ്സിനകത്ത് ആർക്ക് വേണമെങ്കിലും വേഗം പോയി ഗെയിം മതി ഇറങ്ങിക്കോ മുടി നോക്കട്ടോ
അയ്യോ ഞങ്ങളുടെ വീട് കേടാക്കിയേ വീട് കേടാക്കിയേ. സുഖമില്ലാത്ത കൊച്ച പേടിക്കണ്ട, കുഴപ്പമില്ല. അയ്യോ എന്നെ കൊല്ലു. അയ്യോ അടുത്തത് ചൈതന്യാണ്. മൊയിലാളി മൊയിലാളി ചൈതന്യ കമാൻ. ഇതേതാ ഈ കുഴിയാനാ? ഭയങ്കര ടൈറ്റ് കോമ്പറ്റീഷൻ ആയിരുന്നു. എല്ലാവരും ബ്രില്യൻ്റ് ആയിട്ട് സിൻസിയർ ആയിട്ട് ഗെയിം കളിച്ചു കേട്ടോ. ഒരു വലിയ കൈഡി കൊടുക്കണേ രണ്ട് ടീമിനും. ടു ബി ഫ്രാങ്ക് ഒരു കാര്യം പറഞ്ഞോട്ടെ, ചേട്ടന്മാര് കാലുമ്മ കാല് കയറ്റി വെച്ച് കുഴിമടിയന്മാരായിട്ടിരിക്കുകയായിരുന്നു. പക്ഷെ ഞങ്ങൾ പെൺകുട്ടികൾ അങ്ങനെയായിരുന്നു. കുഴിമടിയൻ കറക്റ്റ് പറയണം, അക്ഷരം കറക്റ്റായിട്ട് പറയണം. ഗേൾസ് ആണ് ഇത്തവണ ഇത്രയും കൂടെ നന്നായിട്ട് മികച്ചേക്കണേ അല്ലേ മുകേഷ് ഏട്ടാ? മത്സരം കണ്ടോണ്ടിരിക്കുമ്പം എത്രമാത്രം സ്റ്റാമിന വേണമെന്നുള്ളത് മനസ്സിലാക്കുക. പെൺകുട്ടികൾക്ക് നല്ല കയ്യടി. വെരി ഗുഡ്, കൺഗ്രാറ്റുലേഷൻസ് ടു ഓൾ ഗേൾസ്. ജസ്ലിയുടെ കാലിന് ദേ ഒരു വൂണ്ട് വരെ വന്നിട്ടുണ്ട്. അതൊന്നും മൈൻഡ് ചെയ്യാണ്ട് വേണമെങ്കിൽ ക്വിറ്റ് ചെയ്യായിരുന്നു. പക്ഷെ അവിടെ ജയിക്കണം എന്നുള്ളൊരു ഇത് മാത്രമായിരുന്നു. ഈ ഒരു റൗണ്ട് കഴിയുമ്പോൾ ഇതിൽ ജയിച്ചിട്ടുള്ളത് അങ്ങനെ പറഞ്ഞേക്കാളും മുന്നേ 6 points ലീഡ് ചെയ്തത് ഏത് ടീമാന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ? നെൽസന്റെ ടീം 6 points and 5 points നമ്മുടെ ബിൻഷേട്ടന്റെ ടീമിന്. ടോട്ടൽ നമ്മൾ നോക്കുകയാണെങ്കിൽ 9 points നമ്മുടെ ബിൻഷേട്ടന്റെ ടീം and 12 points goes to നെൽസൺ ശൂരനാട് ആൻഡ് ടീം.